ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ ഞാൻ സ്ഥിരം കാണുന്ന പ്രോഗ്രാമാണ്. ഒരു പക്ഷേ സഞ്ചാരത്തിൽ കാണാൻ പറ്റാത്ത ചില ഉപകഥകളൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളിലൂടെയാണ്. ഇപ്പോൾ എനിക്കും അതിൻ്റെ ഭാഗമാവാൻ പറ്റി, വലിയ ഭാഗ്യം. അടുത്ത കഥ. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖത്തിലൊക്കെ. അതായത് ലേബർ ഇന്ത്യ കുറേ പ്രതിസന്ധികളിലേക്ക് പോകുന്നു. അതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ലേബർ ഇഷ്യൂസ് മുതൽ ഫിനാൻഷ്യൽ ക്രൈസിസ് മുതൽ നിരവധി പ്രശ്നങ്ങൾ വരുന്നു. പല അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങളിൽ പോലും എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ആ സ്ഥാപനം നടത്തുന്ന രീതിയോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ ലേബർ ഇന്ത്യ ആയിട്ടുള്ള സർവ്വബന്ധവും ഉപേക്ഷിച്ചൊരു കാലമൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ടെലിവിഷൻ മാത്രം എൻ്റെ ഈ മേഖലയിൽ, അല്ലെങ്കിൽ എഴുത്ത്, അല്ലെങ്കിൽ ക്രിയേറ്റീവായ മേഖല, അതാണ് എൻ്റെ മേഖല. ഞാൻ മറ്റേതുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു, എനിക്ക് വയ്യ എന്ന് തീരുമാനിച്ചൊരു കാലമുണ്ട്. അങ്ങനെ ഒരു 2-3 കൊല്ലം, ഞാൻ 2 കൊല്ലത്തോളം എനിക്ക് തോന്നുന്നത് ഞാൻ പുറത്തുകൂടാൻ ഒരു ബന്ധവുമില്ലായിരുന്നു. ഇവിടെ കയറുക പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ പലയിടത്താണ് ഞാൻ ജീവിക്കുന്നത്. അത് എന്നെ തകർത്ത് കളഞ്ഞ സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് എൻ്റെ ജീവിതമാകെ തകർത്ത് കളഞ്ഞ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് മനുഷ്യരിലുള്ള വിശ്വാസം, ട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം തകർന്നു പോയ ഒരവസ്ഥയാണ്. അതിൻ്റെ കഥയൊക്കെ ഞാൻ പറയുന്നില്ല, അതൊക്കെ പേഴ്സണലായ കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ചേർന്നാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. അത് ട്യൂഷനായിരുന്നു അല്ലേ? ട്യൂഷനായിരുന്നു. ഞാൻ ശരിയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നീട് 2 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വരികയും ലേബർ ഇന്ത്യയെ 97 അല്ലെ 98 മുതൽ 2007 ആകുമ്പോഴേക്കും 1.5 ലക്ഷം കോപ്പിയുള്ള ലേബർ ഇന്ത്യയെ 17 ലക്ഷം കോപ്പിയിലേക്ക് ഞാൻ എത്തിക്കുകയും ചെയ്തത്. അത് വേറൊരു കഥ. അപ്പം അതിനുള്ള ഒരു ഒരുക്കമാണ് ഞാൻ ചെയ്തിരുന്നെങ്കിലും ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുകയും ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്തൊരു കാലമുണ്ട്. പിന്നീട് ഞാനൊരു തിരിച്ചുവരവ് നടത്തിയിട്ടാണ് ആ ലേബർ ഇന്ത്യയെ നിങ്ങളിൽ, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരായ ബഹുഭൂരിപക്ഷ ആളുകളും കാണുന്ന 97, 98 കാലം മുതൽ ലേബറിന്റെ കണ്ടിട്ടുള്ളവരൊക്കെ കാണുന്ന ലേബറിന്റെ ഞാൻ ഇറക്കുന്ന ലേബർ ഇന്ത്യ. അത് പടിപടിയായിട്ട് പിന്നെ KR നാരായണൻ വന്ന് ഇന്നത്തെ ലേബർ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തുന്നു. അന്നത്തെ പ്രസിഡന്റ്. ആ മട്ടിൽ പല ലെവലിലേക്ക് ഡോക്ടർ കലാം ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം എഡ്യൂക്കേഷൻ റിസർച്ച് സെന്ററായിട്ട് മാറുന്നത്, അങ്ങനെ ഇന്ന് കാണുന്ന ഒരു ലേബർ ഇന്ത്യയുടെ ആ രൂപത്തിലേക്ക് അതിനെ ഒരു 2ാം ഘട്ട ഒരു രൂപമാറ്റം നടത്തുന്നത് അതിനുശേഷമാണ്. 93 ആയപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് സ്കൂൾ ആരംഭിച്ചു. 96, 97 ആയപ്പോഴത്തേക്ക് അദ്ദേഹം പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറി. ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ലേബർ ഇന്ത്യയുടെ പൂർണ്ണമായ ചുമതല എന്നെ ഏൽപ്പിക്കുന്നു. അവിടുന്നാണ് ഇന്ന് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ലേബർ ഇന്ത്യയിലേക്ക് ഞാനതിനെ മാറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ അതിനിടയ്ക്കുള്ള ഒരു കൺഫ്യൂഷൻ പീരീഡിലാണ് ഞാൻ എൻ്റെ പരീക്ഷണങ്ങളെല്ലാം ദൃശ്യമാധ്യമത്തിലാണ് തകർന്ന് തരിപ്പണമായി. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചപ്പോൾ കിട്ടി കുറച്ച് ആഭരണങ്ങൾ, പിന്നെ അമ്മ രഹസ്യമായിട്ട് എനിക്ക് തരുന്ന കുറച്ച് പൈസ, പിന്നെ എനിക്കുണ്ടായിരുന്ന അന്ന് വാങ്ങിച്ചിരുന്ന ക്യാമറകൾ, ഈ ക്യാമറ വരെ ഞാൻ കൊണ്ടുപോയി വിറ്റ്, ഒരു കാറുണ്ടായിരുന്നത് കൊണ്ടുപോയി വിറ്റ്. അതിനിടയ്ക്ക് ഈ കാറൊക്കെ മേടിക്കും, ലോൺ എടുത്തിട്ടാണ് മേടിക്കുന്നത്. പക്ഷേ തിരിച്ചു കൊടുത്താൽ വിറ്റാൽ കുറച്ച് കാശ് കിട്ടുമല്ലോ. ക്രൈസിസിൻ്റെ അങ്ങേയറ്റം. അങ്ങനെ ഞാൻ ഒരിടവും പിടുത്തമില്ലാതെ നിൽക്കുന്ന സമയത്താണ് അടുത്ത പരിപാടി ചെയ്യാൻ തീരുമാനിക്കുന്നു. കേരള വിശേഷം. അതായത് ഇന്നത്തെ സഞ്ചാരത്തിൻ്റെ ആദിമ രൂപം അതാണ്. കേരളത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചുള്ള ഒരു യാത്രാവിവരണം. ശരി. അതായത് അന്ന് അങ്ങനെ ഒരു സങ്കല്പമില്ല ആളുടെ മനസ്സിൽ. കൊച്ചിയിൽ നിന്ന് അന്ന് വാടക കുറഞ്ഞു കിട്ടുന്ന ഒരു സൂപ്പർ VHS ക്യാമറയുണ്ട്, SVHS എന്ന് പറയുന്നത്. കൃഷ്ണേട്ടൻ യുണീക്ക് സ്റ്റുഡിയോ എന്ന് പറയും. പുള്ളിയായിട്ടുള്ളൊരു ബന്ധം എറണാകുളത്തും തിരുവനന്തപുരത്തും ഈ മേഖലയിലാണല്ലോ നമ്മുടെ കളി മുഴുവൻ. അതുകൊണ്ട് ഇവരൊക്കെ ആയിട്ട് അറിയാം. പുള്ളി കടം പറഞ്ഞു, പുള്ളി പറഞ്ഞു തരാം. എന്നെ വിശ്വാസമാണ് ഇവർക്ക്. ആ ക്യാമറയ്ക്ക് ദിവസം 1500 രൂപയുള്ളൂ വാടക. ആ ക്യാമറയും ഞാനും ഉണ്ണികൃഷ്ണൻ ശ്രീകണ്ഠവൻ എന്ന് പറഞ്ഞ ഒരാൾ സ്ക്രിപ്റ്റ് റൈറ്റർ, എൻ്റെ ഒരു മാരുതി 800 ഇങ്ങനെ കറങ്ങി കേരളത്തിലെ ഓരോ കാഴ്ചകളിലേക്ക് പോയി ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് ദൂരദർശനിൽ കൊണ്ടുപോയി കൊടുക്കും. ദൂരദർശൻ അന്ന് DD4 എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയ സമയം. ഈ DD4 അരമണിക്കൂർ പ്രോഗ്രാം കൊണ്ടുപോയി കൊടുത്താൽ 20,000 രൂപ കിട്ടുമെന്ന്. ഒരു എപ്പിസോഡിന് 20,000 രൂപ. അന്ന് ദൂരദർശൻ SVHS മതിയോ? കൊണ്ടുപോയി കൊടുക്കുന്നത് യുമാറ്റിക്കിൽ. ശരി. പണി അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നില്ലേ? പണി അറിയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. SVHS ഷൂട്ട് ചെയ്യും, എഡിറ്റ് ചെയ്തിട്ട് നമ്മള് യുമാറ്റിക്കിലേക്ക് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് യുമാറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കും. അവിടെ യുമാറ്റിക്ക് വേണം. ഞാൻ ആദ്യം ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, ഞാനിപ്പോ ഇരിക്കുന്നത് സിംഹത്തിന്റെ. അപ്പൊ അത് കൊണ്ടുപോയി കൊടുക്കും, 20,000 രൂപ കിട്ടും. അവിടെ SP ഉണ്ണികൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡ്യൂസർ ഉണ്ട് അന്നക്കാലത്ത്.
പുള്ളി ഭയങ്കര പിശുക്കനാ, ആള് നല്ല മനുഷ്യനൊക്കെയാ, പക്ഷേ പിശുക്കനാ. പുള്ളി ഇങ്ങനെ അളന്ന് നോക്കും, ഈ 30 മിനിറ്റിനാണ് 20,000 രൂപ, അതിനകത്തെ അര മിനിറ്റ് കുറഞ്ഞാൽ അതിനാനുപാതികമായിട്ട് 20,000 രൂപ കുറയ്ക്കും. അങ്ങനെയാണ് ദൂരദർശനാണല്ലോ, കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം അല്ലേ. 18,900 ഒക്കെ കിട്ടും, 973 പൈസ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതങ്ങനെ കുറച്ചു കാലം അങ്ങനെ കൂടി. അപ്പൊ അതായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മളെ പിടിച്ചു നിർത്തിയ ഒരു വരുമാനം. അപ്പം ഒരു 10,000 രൂപയ്ക്ക് 8,000 രൂപയ്ക്കൊക്കെ നമ്മൾ ഒരു എപ്പിസോഡ് തീർക്കും എങ്ങനെയെങ്കിലുമൊക്കെ, എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു 10,000 രൂപയോളം കഷ്ടിച്ച് നമുക്ക് അവിടുന്ന് വരുമാനം കിട്ടും. അതിങ്ങനെ റെഗുലറായിട്ട് ചെയ്യും. ഒരു ജോൺ കാവനാൽ എന്ന് പറയുന്നൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഫാദർ അന്ന് നടത്തിയിരുന്ന സ്കൂളിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൻ അവിടെ കൊണ്ട് കൊച്ചുകുട്ടിയാണ്, അവനെ കൊണ്ടുവന്ന് ചേർത്തു. CBSE സ്കൂളാണ്. അപ്പം ഫാദറുമായിട്ടുള്ള ബന്ധത്തേക്കാൾ ഉപരി ഞാൻ ഈ വിഷ്വൽ മീഡിയയിലായതുകൊണ്ട് ഇങ്ങേർക്ക് അതിലൊരു ഭ്രമമൊക്കെ ഉണ്ട്. പുള്ളിയുടെ വൈഫ് ഓസ്ട്രിയയിലോ ജർമ്മനിയിലോ മറ്റാണ്. അപ്പം അത്യാവശ്യം കാശുണ്ട്. പുള്ളി ഇങ്ങനെ ഈ പറഞ്ഞ ആഘോഷ കമ്മിറ്റിയുടെ ആളായിട്ട് ഇങ്ങനെ നാട്ടിലിങ്ങനെ വിലസുകയാണ് പുള്ളി. അതായത് സിനിമ, ടെലിവിഷൻ ഇവരുടെയൊക്കെ കൂടെ നടക്കുക, അവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞ് നടക്കുക. എൻ്റെ കൂടെ വരും, എന്നെ കുറച്ച് നേരം പുകഴ്ത്തും, കുറച്ച് നേരം നമുക്കത് ചെയ്യണം, ഇത് ചെയ്യണം, ഞാൻ മറ്റേ പ്രൊഡ്യൂസറെ എനിക്ക് പരിചയമുണ്ട്, നമുക്ക് അയാളെ വെച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്യണം, നിങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് പൊക്കിയടിക്കും. അപ്പം എല്ലാം തളർന്ന് നിൽക്കുന്ന ഒരുത്തൻ ഇങ്ങനെ പൊക്കാൻ ഒരാൾ വരുമ്പം ചെറിയൊരു ആശ്വാസമാണല്ലോ. അപ്പം പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സീരിയല് കൊടുക്കാനുണ്ട്. അദ്ദേഹം ഇഫ്കോ എന്ന് പറയുന്ന ഒരു രാസവള ഫാക്ടറി കമ്പനിയുണ്ട് മദ്രാസിൽ, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഒരു ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു വിനോദശാല എന്ന് പറയുന്ന ഒരു സീരിയലാണ്. അതൊരു കോമഡി സീരിയലാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ കോമഡി? ഞാൻ പറഞ്ഞു, കോമഡിയിൽ എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്, ചെയ്യാമല്ലോ, പിന്നെന്താ. അങ്ങനെ ഞാനും ഇയാളും കൂടെ തിരുവനന്തപുരത്തിന് പോവാണ്. തിരുവനന്തപുരത്ത് അതിന് പറ്റിയ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കണം. അതായത് സ്ക്രിപ്റ്റ് അപ്രൂവൽ ചെയ്ത ഒരാളുടെ കയ്യിലിരിപ്പുണ്ട്, നമ്മൾ സംവിധാനം ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യാൻ 2 പേരുണ്ട്. ആ 2 പേരെ ഇയാൾക്ക് പരിചയമുണ്ട്, ഈ ജോൺ കാവനാലിന് പരിചയമുണ്ട്. ജോൺ കാവനാൽ അങ്ങോട്ട് കൊണ്ടുപോകണം നമ്മളെ. അങ്ങനെ രാത്രി വൈകിയുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലുന്നു. രാവിലെ തിരുവനന്തപുരത്ത് ചെന്ന് കുളിച്ച് റെഡിയായി ദേവി ടൂറിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് നോക്കേണ്ട നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ തെക്കേ ഭാഗത്ത്, അവിടെയാണ് താമസം. പിറ്റേ ദിവസം രാവിലെ രാജു ചായ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, തിരുവല്ലക്കാരനോ മറ്റാണോ ആയിരിക്കണം, അവിടെ അത്യാവശ്യം എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളി കാണാൻ ട്രിവാൻഡ്രം ക്ലബിലേക്ക് വരാൻ പറയുന്നു. ഉച്ചയ്ക്ക് ട്രിവാൻഡ്രം ക്ലബിലേക്ക് വരും. ചെല്ലുന്നു, പുള്ളി ഒരു ബിയറൊക്കെ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബൊക്കെ നമ്മളങ്ങനെ അന്തമിട്ട അത്ഭുതത്തോടെ കാണും. അവിടുത്തെ പ്രമാണിമാർ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ പുള്ളിക്ക് പരിചാരകരൊന്നും ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നു. പുള്ളി ഒരു ബിയറൊക്കെ ഞങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. നമ്മുടെ പ്രശ്നം ബിയറല്ലല്ലോ, ഈ സീരിയലിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്ക് തന്നെ പറ്റില്ല, എൻ്റെ കൂടെ വേറൊരു സുഹൃത്തുണ്ട്, തങ്കരാജ്. അദ്ദേഹം ISROയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, VSSCയിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമായിട്ടാണ് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ തങ്കരാജിനെ വരുത്തുന്നു, സംസാരിക്കുന്നു, ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. നമ്മൾ ആ സ്ക്രിപ്റ്റിൽ കറക്ഷൻസ് നടത്തി ഈ തിരുവനന്തപുരം ദേവി ടൂറിസ്റ്റ് ഹോമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് രാവിലെ പറയുന്നു നമുക്ക് വൈകിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്നു. വൈകിട്ട് പുള്ളിയെ വിളിച്ചാൽ കിട്ടില്ല, പിറ്റേ ദിവസം രാവിലെ വിളിച്ചാൽ കിട്ടും, നമുക്ക് അന്ന് വൈകിട്ട് കാണാമെന്ന് പറയുന്നു. വൈകിട്ട് തീരുമാനം ഉണ്ടാകുന്നില്ല, പിറ്റേ ദിവസം ആകുന്നു. ഇങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും നമ്മളിങ്ങനെ നീണ്ടു പോവുകയാണ്, ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നോ ഇല്ലെന്നോ പറയുന്നില്ല. അവസാനം ഒരു ദിവസം ഇതിനടുത്ത് തന്നെ കൽപ്പകവാടി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അന്ന് അവിടെ ഉണ്ട്, ആ റൂട്ടിൽ തന്നെയാണ്. അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ കയറി. തിരുവനന്തപുരത്ത് എൻ്റെ ഏതാണ്ട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സമയം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു വിനോദ് സുകുമാർ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് വന്നു. ആ സുഹൃത്ത് അപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. പുള്ളി അവിടെ എസ്റ്റാബ്ലിഷ് ആയി, അത്യാവശ്യം എഡിറ്റിങ്ങിൻ്റെ പല മേഖലകളിൽ, സിനിമയും ഡോക്യുമെൻ്ററിയും ടെലിഫിലിമും ഒക്കെ ആയിട്ട് പുള്ളി എഡിറ്റിംഗ് മേഖലയിൽ അവിടെ മുഴുകി നിൽക്കുക. അപ്പോൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഇദ്ദേഹം എന്നെ കാണാൻ വരും. അന്ന് കൽപ്പകവാടിയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് 2 പേരും കൂടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ GS വിജയൻ എന്ന സംവിധായകൻ അവിടെ വന്ന് വേറൊരു കസേരയിലിരിക്കുന്നു. അപ്പം വിനോദിന് അദ്ദേഹത്തെ പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹം ചെല്ലുന്നു, കുശലം പറയുന്നു, എന്താ സ്ഥിതി എന്നൊക്കെ ചോദിക്കുന്നു. ഇത്തിരി കഴിഞ്ഞ് വിനോദ് ഇവിടെ വരുന്നു, എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, സന്തോഷം, ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്ത് പറ്റി? നമ്മൾ ഈ ചെയ്യുന്നു എന്ന് പറഞ്ഞത് വിനോദശാല എന്ന് പറഞ്ഞ സീരിയലല്ലേ, അത് പുള്ളി ഇപ്പോൾ അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങുക. GS വിജയൻ ആ സീരിയല് ഇത് അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങാൻ പോകാമെന്ന് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞേ. അപ്പോൾ അത് നിങ്ങളറിയാതെ നിങ്ങളുടെ പ്രൊഡ്യൂസറും നിങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ അയാളെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി വേണേൽ ഊണൊക്കെ കഴിച്ചാൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അത് ശരി. ആ മീറ്റിങ്ങിൽ അല്ല, 5 കഴിക്കുമ്പോഴാണ്. ഇത് ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഞാനിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും, ഈ പ്രൊഡ്യൂസറും നമ്മുടെ അടുത്ത് പറയുന്നില്ല, ആരും പറയുന്നില്ല. ഈ സ്ക്രിപ്റ്റ്
ഈ GS വിജയന് കൊടുത്തിരിക്കുന്നു. പ്രൊഡ്യൂസർ അവർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതെല്ലാം ധാരണയായി, നമ്മളറിയാതെ ഇതെല്ലാം നടന്നു കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് മാലുവിൻ്റെ ലോകത്തിന് സഞ്ജയൊക്കെ മടക്കി കെട്ടി തിരിച്ച് നാട്ടിലേക്ക് വന്ന പോലെ തന്നെ പിന്നെ അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ, തിരിച്ചു പോരുന്നു. അപ്പൊ ഈ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പം വിനോദശാല പക്ഷേ സൂപ്പർ ഹിറ്റ് ആയിട്ട് വിനോദശാല പക്ഷെ പിന്നീട് സൂപ്പർ ഹിറ്റായി, ഗംഭീര സാധനമായി. അതിനകത്താണ് ആദ്യമായി കലാഭവൻ മണി വിഷ്വൽ മീഡിയയിൽ സിനിമയിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ വരുന്നത് ഈ വിനോദശാല എന്ന സീരിയലിലാണ്. അതെ, ചിലപ്പോൾ ഞാൻ ചെയ്തിരുന്നത് അത് കുളമായി പോയത്. ഞാൻ കോമഡി എന്ന് പറയുന്നതിന് ചില നിബന്ധനകളൊന്നും ഞാൻ വെക്കുകയും അതൊന്നും ആളുകൾ ചിരിക്കണമെന്നില്ല. അങ്ങനെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അടുത്തത് എന്ത്? അപ്പോൾ കേരള വിശേഷം ഒരു വശം ഇങ്ങനെ കുറേശ്ശെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിപ്രഷൻ്റെ ഒരു കാലമുണ്ട്. ഇനി മുമ്പോട്ട് ജീവിതമില്ല. ഇത് നമ്മൾ ഇനി പണിക്ക് പറ്റുന്ന ആളല്ല. കണ്ടില്ലേ, നമ്മളെ ചെല്ലുന്നിടത്തെല്ലാം ചതിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളല്ലാതെ ഒരു വഴിയിലൂടെ ബാക്കി കാര്യങ്ങൾ നടക്കുകയോ ചെയ്യുകയാണ്. അല്ലെങ്കിൽ വേറെ സംവിധായകരുടെ കയ്യിലേക്ക് അത് എത്തുന്നു. അത് അവരുടെ ഒന്നും കുഴപ്പമില്ല, അവരും മിടുക്കരാണ്. അവരൊന്നും നമ്മളെ അറിഞ്ഞിട്ടില്ല, നമ്മളിതിന്റെ പുറകിലേക്ക് നടക്കുന്നൊന്നും അവരൊന്നും ഈ GS വിജയനൊന്നും ഞാൻ ഇതിന്റെ പുറകെ നടന്നൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അദ്ദേഹത്തിനൊന്നും ഇതിനകത്ത് ഒരു റോളും ഇല്ല. അദ്ദേഹത്തിന് ഒരു വർക്ക് കിട്ടി, അദ്ദേഹം ചെയ്തു. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് ജീവിതം ഈ പണിയൊന്നും നമുക്ക് പറ്റിയതല്ല. നമ്മൾ ഇടപെടുന്നിടത്ത് എല്ലാം പരാജയപ്പെടുകയാണ്. ഇനി എന്ത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ കുറച്ച് ദിവസം അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണികൃഷ്ണ ശ്രീകണ്ഠവരെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം അന്ന് സിനിമാ മംഗളമൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ പോയി ലൊക്കേഷൻ കവർ ചെയ്തിട്ട് എഴുതും. പല പണി ഒരേ സമയം ചെയ്ത് കുറേശ്ശെ കാശുണ്ടാക്കും. അപ്പോൾ പുള്ളി ചുങ്കം, കോട്ടയത്ത് അടുത്ത് ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മീനച്ചിലാറിൻ്റെ തീരത്ത്. അവിടെ ഒരു ചെറിയ ഒരു പെരയുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു വീട്ടുകാരൻ്റെ വിറക് വരെയും മറ്റായിരുന്നു. അത് അടിച്ച് വൃത്തിയാക്കി പുള്ളിക്ക് കൊടുത്ത് പുള്ളി അതിനകത്ത് ഒരു കട്ടിൽ വിട്ട് എഴുത്തിന് വേണ്ടി അതിനകത്തിരിക്കും. അപ്പം ഞാൻ അവിടെ ചെല്ലും. ചില ദിവസം രാത്രി പുള്ളിയുടെ കൂടെ അതിനകത്ത് കിടക്കും, അവിടെ ഇരിക്കും. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എങ്ങും പോകാനില്ല. ഒരു ഹോട്ടലിൽ പോയി മുറികൾക്ക് താമസിക്കാനുള്ള പൈസയും കയ്യിലില്ല. ഇത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ആരെയാ സമീപിക്കാൻ പറ്റുമോ? കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്, ഇവിടുത്തെ സാഹചര്യങ്ങൾ ബെറ്ററാണ്. ഒരുത്തൻ പഴച്ചു പോയത് ഇപ്പം വീട്ടുകാരുടെ കുഴപ്പമില്ലല്ലോ. വീണ്ടും വായന കുറേ ദിവസങ്ങൾ, കുറേ മാസങ്ങൾ ഇങ്ങനെ പോകുമ്പം പെട്ടെന്ന് വീണ്ടും ഈ പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡിലാണ് കത്തുന്നത്. എന്തുകൊണ്ട് ട്രാവൽ, നമ്മൾ ഈ കേരള വിശേഷം അവിടെ ഇവിടെയും ചെയ്തല്ലോ, ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ നമുക്ക് ചെയ്താൽ എന്തുകൊണ്ട് പറ്റില്ല? ആ മനുഷ്യൻ അങ്ങനെ പോയെങ്കിൽ ഇന്ന് ഇത്രയും ടെക്നോളജി വളർന്ന കാലത്ത് എനിക്ക് ഇത്രയും പ്രതിസന്ധികളുണ്ട്, പക്ഷെ എനിക്ക് പണിയറിയാം. എനിക്കൊരു ക്യാമറ കൈ കിട്ടിയാൽ ഇന്ന് എനിക്ക് പണി മുഴുവൻ എനിക്കറിയാം. ഒരെണ്ണം അങ്ങനെ നോക്കിയാലും വേറെ ആരും ചെയ്തില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, വേറെ ആരും ചെയ്യാത്തതായിരിക്കണം. എനിക്ക് വേണേൽ വേറെ സീരിയൽ ചെയ്യാം, അല്ലെങ്കിൽ ടെലിഫിലിമായിട്ട് ഇനിയും തുടരാം. 100 കണക്കിന് ആളുകളുണ്ട്, അതിലൊരാളായിട്ട് ഞാനൊന്നും ചെയ്യാനില്ല. അതല്ല എനിക്ക് തിരിച്ചു വരേണ്ടത്. തിരിച്ചു വരാൻ എൻ്റെ കയ്യൊപ്പുള്ള എന്തെങ്കിലും ഒരു പരിപാടി വേണം. അങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു യാത്ര. അപ്പോൾ അതേത് ചെയ്യാൻ പറ്റും? വിദേശയാത്ര എന്ന് പറഞ്ഞാൽ നേപ്പാൾ പോലും മലയാളിക്ക് അത്ഭുതമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മാതൃഭൂമിയിലെ പത്രത്തിലെ ക്ലാസിഫൈഡ്സിനകത്ത് ഒരു പരസ്യം, ആ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള, ഇനി അതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. അങ്ങനെ വിവേകാനന്ദ ടൂറിസിൻ്റെ പരസ്യം കാണുന്നു, അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ആണ് ഈ ലെൻസ്മാൻ സ്റ്റുഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ഷൗക്കത്ത് ഇപ്പോൾ ദുബായിലാണ്. ലെൻസ്മാൻ സ്റ്റുഡിയോ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അക്കാലത്തെ ഒരു പുതിയൊരു തരംഗം, പുതിയ ഒരു സിനിമാ മേഖലയിലേക്കും ടെലിവിഷനിലേക്ക് വന്ന ആളുകളുടെ ഒരു സമ്മേളന സ്ഥലമായിരുന്നു ഒരു കാലത്ത് ലെൻസ്മാൻ സ്റ്റുഡിയോയുടെ വരാന്ത. എറണാകുളത്ത് കലൂർ ഭാഗത്ത്, ആ ലിസി റോഡിലായിരുന്നു. ആദ്യം വേറൊരു ഭാഗത്തായിരുന്നു, പക്ഷേ പിന്നീട് ലിസി റോഡിലേക്ക് വന്നു. ആ ലിസി റോഡിലെ ഒരു 2ാം നിലയിൽ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഈ സഞ്ചാരത്തിൻ്റെ ആദ്യ എപ്പിസോഡുകളും മറ്റ് ഈ പറഞ്ഞ എനിക്ക് തോന്നുന്ന ചിത്രപുരത്തെ വിശേഷങ്ങളുടെ പല എപ്പിസോഡുകളും ഒക്കെ ഈ ലെൻസ്മാൻ സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷൗക്കത്തുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ ഷൗക്കത്തിൻ്റെ ഒരു ഗുണമല്ല, നമുക്കന്ന് കിട്ടിയൊരു ഭാഗ്യം. ഷൗക്കത്ത് പൈസയ്ക്ക് വലിയ അത്യാവശ്യം വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, സന്തോഷേ കുറച്ച് പൈസ ഇവിടുന്ന് സംഘടിപ്പിക്കാൻ പറ്റുമോ? അല്ലാതെ നിങ്ങൾ എഡിറ്റ് ചെയ്തതിൻ്റെ ഇത്ര മണിക്കൂറിൻ്റെ ഇത്ര പൈസ തരാനുണ്ട്, അത് തന്നിട്ട് അടുത്തത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി ഇതൊന്നും ഇപ്പോഴും അത് പറയാറില്ല. ഇപ്പോഴും പറയാറില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വിട്ടു പോകേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പൈസ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളിങ്ങനെ അഭിമുഖം ചെയ്യുന്ന ചിലപ്പോൾ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല, ഇങ്ങനെ പറയാവുന്ന രീതിയിൽ. എനിക്ക് എക്കാലവും തീർത്താൽ തീരാത്ത കടപ്പാടുള്ള വ്യക്തികളിൽ ഒരാളാണ് ഈ ഷൗക്കത്ത്. ഇപ്പോൾ പുള്ളിയുടെ ഒരു പുതിയ വിശേഷം, പുള്ളി ദുബായിയുടെ ഒരു പഴയകാല സംഭവം റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സെറ്റ് വർക്കിലൊക്കെയാണ്.
അദ്ദേഹമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേരും സിനിമയിലേക്ക് വന്നു. അപ്പോൾ ഇവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. ഷൗക്കത്ത് മമ്മൂട്ടിക്ക് വേണ്ടി ഒരു ക്യാമറ കൊണ്ടിരുന്നു. അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് DV ക്യാം ഒരു ക്യാമറ ലോകത്ത് ഇറങ്ങുമ്പോൾ മമ്മൂട്ടിക്ക് അന്ന് ഈ ടെക്നോളജി എല്ലാം ഭ്രമമാണ്. DV ക്യാം എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോഴും എടാ എനിക്കൊരെണ്ണം വേണം എന്ന് പറയുന്നു. ഷൗക്കത്ത് അത് ദുബായിൽ നിന്ന് കൊണ്ടിരുന്നു. എന്തോ അതിന്റെ ഡോക്യുമെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കസ്റ്റംസുകാർ അത് പിടിച്ചു വെക്കുന്നു. അത് കസ്റ്റംസ് നിയമപ്രകാരം പ്രശ്നമായി. അതിന്റെ ഫൈൻ അടയ്ക്കണം. അപ്പം ഷൗക്കത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നു, അതെ ഞാനിങ്ങനെ മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു ക്യാമറ കൊണ്ടുവന്നത് അവിടെ പോയി, അപ്പം എന്താ ചെയ്യുക? ഇതും പറഞ്ഞു മമ്മൂക്കയുടെ അടുത്ത് ചെല്ലാനും പറ്റില്ല. ഒരു കാര്യം ചെയ്യുക, ആ ഫൈൻ അടയ്ക്കാനുള്ള പൈസ ഇപ്പോൾ ഒന്ന് സംഘടിപ്പിക്കാന്നുണ്ടെങ്കിൽ ആ ക്യാമറ സന്തോഷം തന്നേക്കാം, എന്നിട്ട് അതിൻ്റെ ക്യാമറയുടെ വില നിങ്ങൾ പയ്യെ തന്നാൽ മതി. അത് ഞാൻ ഏൽക്കുന്നു. കാരണം നമ്മളെപ്പോലുള്ള ഒരാൾക്ക് അന്നത്തെ കാലത്ത് ക്യാമറ എന്ന് പറയുന്നതാണ് സ്വപ്നം അല്ലേ? മറ്റേ അന്ന് പാലായിൽ പോയിട്ട് കണ്ടുവന്ന ആളാ. ക്യാമറ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹരമാണ്. അപ്പൊ അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി DV ക്യാം. ആ ക്യാമറ നമുക്ക് ഈ ഡ്യൂട്ടി അടയ്ക്കാനുള്ള പൈസ കൊടുത്താൽ മതി എന്ന് പറയുന്നു. അന്നാണ്ട് 4.5-5 ലക്ഷം രൂപ വിലയുണ്ട് അതിന്. 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് വലിയ തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ 5 ലക്ഷം രൂപയ്ക്ക് വരെ ഏതാണ്ട് 65,000 രൂപ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി അടച്ചിങ്ങ് എടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോകുന്നു. അവിടെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനെ ഓർക്കുന്നുണ്ട്, അബൂന്ന് മറ്റോ അദ്ദേഹത്തിന്റെ പേര്. അതൊക്കെ റിലീസ് ചെയ്ത് കിട്ടുന്നു. അന്ന് രാത്രി ഞാൻ വരുമ്പോൾ ഞാൻ ആദ്യത്തെ ഷോട്ട് ആ ക്യാമറയിൽ എടുക്കുന്നത് എവിടെയാണെന്നറിയോ? ആ നീണ്ടകര പാലത്തിൽ കാർ നിർത്തി ഇറങ്ങിയിട്ട് സന്ധ്യ മയങ്ങുന്ന നേരം. അപ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും സന്ധ്യയായി. അൺബോക്സ് ചെയ്തു അപ്പോഴേ പൊട്ടിച്ചു. പിന്നെ എന്നിട്ട് ആ നീണ്ടകര പാലത്തിന്റെ നടുക്ക് നിന്നിട്ട് അതിന്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ഫിഷിംഗ് ബോട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങ് പടിഞ്ഞാറ് ചക്രവാളത്തിൽ സൂര്യൻ ഇങ്ങനെ താഴുന്ന ഒരു ഷോട്ടാണ് ഞാൻ അവിടെ ഒന്ന് ആദ്യം എടുത്തത്. അത് ഞാൻ ഷൗക്കത്തും കൂടെ എടുത്തത്. പക്ഷെ എൻ്റെ ആ ക്യാമറയിൽ ഞാൻ ആദ്യം എടുത്ത ക്യാമറ അൺബോക്സ് ചെയ്തിട്ട് ആദ്യം എടുത്ത ഷോട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയതോടുകൂടി ഈ പറഞ്ഞ ലോകയാത്ര അല്ലെങ്കിൽ നേപ്പാളിലേക്കുള്ള യാത്ര എന്നുള്ളത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പായി. കാരണം ഇനി ആരെയും എനിക്ക് വേണ്ട. ഈ ക്യാമറയും ഞാനും ഉണ്ടെങ്കിൽ പണി നടക്കുമെന്ന് എനിക്കറിയാം. ഇത്രയും കാലം കൊണ്ട് ഞാൻ അനുഭവിച്ച് പഠിച്ചത് മുഴുവൻ ഈ പണിയാ. ഇതിന്റെ സർവ്വ പണിയും നമ്മൾ ഈ പറഞ്ഞ 4-5 കൊല്ലമായി ഇപ്പോഴത്തേക്കും. അങ്ങനെയാണ് സഞ്ചാരം നമ്മൾ തുടങ്ങുന്നത്. ശരി, ഈ സഞ്ചാരം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, യാത്രകൾ നടത്തി, പല പരിപാടികൾ നടന്നു. ഇതൊക്കെ ശരിയാണെങ്കിലും ടെലികാസ്റ്റ് ചെയ്യാൻ അപ്പോഴും നടന്നിട്ടില്ല, ആർക്കും വേണ്ട. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഷൗക്കത്തിനൊന്നും അറിയത്തില്ല നമ്മൾ വീട്ടിൽ കയറാൻ മേലാത്ത സ്ഥിതി നിൽക്കുകയാണെന്ന്. അവിടെയാണ് മിക്കവാറും. അപ്പോൾ ഒരു തവണ ഈ കേരള വിശേഷമൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടായി. വെള്ളം കൂടിയൊക്കെ തീരെ കുറവാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പുന്നയൂർക്കുളോ മറ്റോ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വന്ന് പ്രശാന്ത് എന്ന് മറ്റോ പറഞ്ഞിട്ട് ഒരു ടൂറിസ്റ്റ് പോകുന്നുണ്ട് തൃപ്പൂണിത്തുറ. അവിടെ വന്ന് താമസിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എഡിറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് വീട്ടിൽ വരാൻ പറ്റില്ല. അവിടെ എങ്ങനെ കിടക്കുമ്പോൾ രാത്രി വൈകി ഒരു പുലർകാലമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഭീകരമായ പുറംവേദന എനിക്ക് തുടങ്ങി. സഹിക്കാൻ പറ്റാത്ത വേദന, പൊളയുകയാണ്, ശ്വാസം പോലും കിട്ടുന്നില്ല. എന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ തൊട്ടടുത്ത കട്ടിലെ കിടപ്പുണ്ട്. ഉണ്ണിയെ വിളിച്ചേൽപ്പിച്ചു. ഉണ്ണി അവസാനം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്കുണ്ട്, വർമ്മ ക്ലിനിക്ക് എന്തോ ഒരു അവിടെ ചെല്ലുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പുറത്താണെങ്കിൽ ചിലപ്പോൾ കിഡ്നി ആയിരിക്കും. അവിടെ ഒരു കാഷ്വാലിറ്റി ഒരു ഡോക്ടറുണ്ട്, അയാളൊരു ഇഞ്ചക്ഷൻ തന്നു, പെയിൻ കില്ലർ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മയങ്ങി. നേരം വെളുത്തു. പിന്നെ പിറ്റേ ദിവസം പരിശോധനകളായി. അവിടെ കൊമരഞ്ചാത്ത് നെഫ്രോളജി സെൻ്ററെന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെല്ലുന്നു, പരിശോധിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു കിഡ്നിയിലേക്കുള്ള ഒരു ഈ തടസ്സപ്പെട്ടിരിക്കുകയാണ് സ്റ്റോൺ. അത് ഒരു സർജറി എടുക്കണം. അപ്പോൾ ഒരാഴ്ച അഡ്മിറ്റ് ആവണം. സർജറി അല്ല, ഇങ്ങനെ മൂത്രക്കുഴലിലൂടെ ഇത് ഇട്ടിട്ട് അത് പൊടിച്ച് കെടുക്കുക, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പം ഞാൻ ഈ കേരള വിശേഷത്തിൻ്റെ അടുത്തത് പോകേണ്ടത് തെയ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത വടക്കൻ മലബാറിലെ അടുത്ത ഉത്സവ സീസൺ തുടങ്ങുകയാണ്. അതിൻ്റെ ഷൂട്ടിന് വേണ്ടി ഇരിക്കുക. അപ്പം ഞാൻ ആശുപത്രിയിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അറിയുന്ന കഥയെന്ന് പറഞ്ഞാൽ ആ കഥയൊക്കെ ആമ്പിള്ളേർ കൊണ്ടുപോയി. അത് സാരമില്ല, അത് പോട്ടെ. അങ്ങനെ കേരള വിശേഷം ഏതാണ്ട് ആ കിഡ്നി പ്രശ്നത്തോടു കൂടി, ആ കിഡ്നി സ്റ്റോണോട് കൂടി കേരള വിശേഷം ഏതാണ്ട് അവസാനിച്ചു. 20,000 നിന്നു. പിന്നെയാണ് നമ്മൾ ഈ സഞ്ചാരം ആരംഭിക്കുന്നത്. സഞ്ചാരം നേപ്പാളിലേക്ക് തുടങ്ങുന്നു. അത് ചെറിയ പൈസയ്ക്ക് തുടങ്ങുന്നു. പിന്നത്തെ കഥകളൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥകളാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പകൽ മുഴുവൻ എടുത്തു നടക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി വൈകി ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ അന്ന് സഞ്ചാരത്തിൻ്റെ 2-3 എപ്പിസോഡുകൾ, നേപ്പാളിൻ്റെ 2-3 എപ്പിസോഡുകളാണ്. അത് എഡിറ്റ് ചെയ്ത് തീർന്നു. ഉച്ചയായപ്പോഴത്തേക്കും ഭംഗിയായി തീർന്നു. അപ്പോൾ ഈ സൂര്യ TV-യിലെ
സീരിയലിൻ്റെ വർക്ക് നടക്കുന്ന അതിന് ഡബ് ചെയ്യാൻ വന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അവർ ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഡബ്ബിംഗ് ഉള്ളൂ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് അവർ കാണാൻ വന്നിരിക്കുകയാണ്. സഞ്ചാരപ്പ എഡിറ്റ് ചെയ്യുന്ന കാണുക അവരിരുന്നിട്ട്. അപ്പോൾ എഡിറ്റിങ് കഴിഞ്ഞ് വോയിസ് ഓവറൊന്നും ആയിട്ടില്ല, മൊത്തം ഒന്ന് പ്ലേ ചെയ്ത് കാണുകയാണ് ഞങ്ങൾ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് തീർന്നു, എപ്പിസോഡ് തീർന്നു. എൻ്റെ ടൈറ്റിൽ വരുമ്പം ഈ ഡബ് ചെയ്യാൻ വന്ന സീരിയൽ ആർട്ടിസ്റ്റുകളെല്ലാം കൈയടിക്കുന്നു. വോയിസ് ഓവർ പോലും ഇല്ലെന്ന് ഓർക്കണം. അന്ന് കേരളത്തിൽ ഒരാളും വിദേശ രാജ്യങ്ങളിലൂടെയുള്ള ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടേ ഇല്ല. 97 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കാണും, ആൾക്കാർ കണ്ടിരിക്കും, ഈ ദൃശ്യങ്ങൾക്ക് ഒരു ശക്തിയുണ്ട്, ഈ കഥ കുറച്ചു കാലം ഓടും എന്ന് തീരുമാനിച്ചു. വലിയ സന്തോഷമായി. അപ്പം ഞാൻ ഷൗക്കത്തിനെ വിളിച്ച് നമുക്ക് ഊണ് കഴിക്കാൻ പോവാം, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അന്ന് MG റോഡിൽ പന്തൽ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പം അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പന്തൽ കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറൻറ്റാണ്. ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കാര്യം. എന്തും ആവട്ടെ, മറ്റേ സന്തോഷം. അപ്പോൾ MG റോഡിൽ വഴിയരികിൽ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുക. എനിക്കൊരു മാരുതി 800 കാറാണെന്നുള്ളത്. അതുകൊണ്ട് പാർക്ക് ചെയ്തു. എന്നിട്ട് ഈ പന്തലിൽ കയറി ഭക്ഷണം കഴിച്ചു. അവിടെ കുറേ സമയം എടുത്തു ഭക്ഷണം കഴിയാൻ. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം കാറില്ല. ഞങ്ങളുടെ കാർ അവിടെ ഇല്ല. ഇതെവിടെ പോയി ഒരു പിടുത്തവും കിട്ടുന്നില്ല. വഴിയിൽ നോക്കുമ്പോൾ അധികം വാഹനങ്ങളൊന്നും കാണുന്നുമില്ല. എന്താ സംഭവിച്ചേ? ഇത്തിരി കഴിഞ്ഞപ്പോൾ അടുത്ത ജംഗ്ഷനിൽ ട്രാഫിക് പോലീസുകാരൻ നിൽപ്പുണ്ട്. അപ്പോൾ ഇയാളുടെ അടുത്ത് പറയല്ലേ മാർഗമുള്ളൂ. ഉടനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കാർ അവിടെ ഉണ്ടായിരുന്നു. എത്ര നേരം അവിടെ കാർ ഇട്ടിട്ട്? ഇപ്പോൾ 1 മണിക്കൂറായി കാണും. നിങ്ങൾ തേവര പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ മതി, അവിടെ കാണുമായിരിക്കും. ഞങ്ങൾ നേരെ ഇത് കൊണ്ടുപോയോ? കെട്ടി വലിച്ച് കൊണ്ടുപോയി. ഇതെന്തിനാന്ന് മനസ്സിലായില്ല. തേവര പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് വിവരം അറിയുന്നത്. അന്ന് അതിലൂടെ രാഷ്ട്രപതി കടന്നു പോകുന്നുണ്ടത്രേ. അവർ കുറെ നേരം നോക്കി ധാരണ കാറാന്ന്, ബാക്കിയുള്ളവരൊക്കെ ഓടിച്ചു. ഞങ്ങൾ ഇതിനകത്ത് റെസ്റ്റോറൻറ്റിനകത്തില്ല, നമ്മൾ അറിയുന്നില്ല. ഏതാണ്ട് 1.5 മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്തു. അവിടെ ഇച്ചിരി ഫുഡ് വരാൻ ഡിലേ ആകും. പിന്നെ ഞങ്ങൾ ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഈ കെട്ടി വലിച്ച് ഇവന്മാർ കൊണ്ടുപോയി. പിന്നെ അന്നത്തെ ഒരു ദിവസത്തെ ചടങ്ങ് പിന്നെ ഇതായിരുന്നു, ആ കാർ അതിനകത്ത് നിന്ന് ഇറക്കുക. രാഷ്ട്രപതി പോയിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് കാർ കിട്ടിയത്. ശങ്കർ ദയാൽ ശർമ്മയായിട്ടായിരുന്നു അന്ന് രാഷ്ട്രപതി. അപ്പോൾ ഇങ്ങനെ സഞ്ചാരത്തിന് തുടക്കകാലത്ത് ഇങ്ങനെ രസകരമായ കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. എങ്ങനെയാണ് ഈ സഞ്ചാരത്തിലേക്ക് ഈ ടീമിനെ കിട്ടുന്നത്? അനീഷ് പുന്നൻ, രതീഷ്. അതിൻ്റെ രസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സഞ്ചാരം തുടങ്ങി, സഞ്ചാരം ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു. ലെൻസ്മാൻ്റെ വരാന്തയിൽ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ കൈയടിച്ചോ? അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞൊരു കഥയുണ്ട്. തിരിച്ച് ലേബർ ഇന്ത്യയിലേക്ക് വരേണ്ടി വരുന്നു. ലേബർ ഇന്ത്യയുടെ പൂർണ്ണ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു. ലേബർ ഇന്ത്യയുടെ ബാധ്യതകളും പ്രശ്നങ്ങളും എല്ലാമായിട്ട് ഇനി നീ എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബം, എൻ്റെ പിതാവ് എന്നെ ഈ ചുമതല ഏൽപ്പിക്കുന്നു. പിതാവ് സ്കൂള് അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭങ്ങളായിട്ട് പൂർണ്ണമായിട്ട് മാറുന്നു. അപ്പോഴത്തേക്ക് ഞാൻ 1997-98 കാലത്ത് ഇതിൻ്റെ ചുമതലയിലേക്ക് വരുന്നു. സഞ്ചാരം എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേറെ ചില ആളുകളെ കൊണ്ട്, ഈ ഉണ്ണികൃഷ്ണനൊക്കെ എന്ന് തോന്നുന്നു ആദ്യകാലത്ത് കുറച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നുണ്ട്. സാജൻ ആരോ ഒരാൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇതാർക്കും വേണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേബർ ഇന്ത്യ വന്നു. അവിടെ പ്രവർത്തനങ്ങൾ സജീവമായി. അപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ എഡിറ്റോറിയൽ ടീമിലൊക്കെയുള്ള ആളുകൾക്ക് ഒരു വിരസത ബാധിക്കുന്നുണ്ട് ലേബർ ഇന്ത്യയിൽ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേബർ ഇന്ത്യയിലെ കണ്ടന്റ് അറിയാമല്ലോ, അത് ഒരു പഠന സഹായിയാണ്. കുട്ടികളെ പരീക്ഷയിൽ സഹായിക്കലാണ്. അതിൻ്റെ എഡിറ്റോറിയൽ ഇരിക്കുന്ന ഒരാൾക്ക് അതിനകത്ത് പുതുമയൊന്നുമില്ല. അവരെല്ലാ വർഷവും കണക്കിൻ്റെ ഇക്വേഷൻസ് തെറ്റുണ്ടോ നോക്കുക, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതുക, ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളുണ്ട് കൊടുക്കുക, ചോദ്യോത്തരങ്ങൾ, മോഡൽ പരീക്ഷ, ഇതാണ്. എന്നാൽ ഒരു പത്രത്തിലിരിക്കുന്ന ഒരു ജേർണലിസ്റ്റിനോ എഡിറ്റോറിയലിരിക്കുന്നവർക്കോ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും, ആ എഴുത്തുകാരുടെ ആർട്ടിക്കിളുകൾ വന്നുകൊണ്ടിരിക്കും, സജീവമാണ്. ഇവിടെ ഒരു വിരസതയാണ്. ഈ വിരസത എന്താണ് പ്രശ്നം? വിരസത എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ആകെപ്പാടെ അതിൽ പ്രതീക്ഷിക്കാനുള്ള എന്താ? കാശ്. ജോലിയിൽ രസമില്ലെങ്കിൽ പിന്നെ അതിനകത്തെ പൈസ മാത്രമേ ആളുകളെ ആകർഷിക്കുകയുള്ളൂ. അതിന് പകരം നമ്മുടെ എഡിറ്റോറിയലിന് കുറച്ചുകൂടെ ലൈഫുള്ള എന്തെങ്കിലും കൊടുക്കണം. അതിനെന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവർക്ക് കുറച്ച് സമയം മിച്ചമുണ്ട്, ഈ ടീമിനെയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു പത്രവും കൂടെ അങ്ങ് തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു ഈവനിങ് ഡെയിലി തുടങ്ങാൻ തീരുമാനിച്ചു. സപ്ലിമെൻ്റ് എന്നായിരുന്നു എൻ്റെ പേര്. 10 കൊല്ലം ഞാൻ ഓടിച്ചോർക്കണം. ആ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ പത്രം, അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഞങ്ങൾക്ക് ഇടവേളയുണ്ട്. ആ സമയത്താണ് ഇതിൻ്റെ പ്രിൻറ്റിങ്. നമ്മുടെ പ്രസ്സിന് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് അവർക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ആ സമയത്ത് പത്രം അടിക്കും. 3 ജില്ലയിൽ ഞങ്ങൾ സജീവമായിരുന്നു. കോട്ടയം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ സജീവമായി പോയിരുന്നൊരു കാലമുണ്ട്, 10 വർഷത്തോളം.
അത് ശരി. അതായത് ഏതാണ്ട് 2008, 2009 വരെ ആ പത്രം സജീവമായിട്ട് ഓടിയത്. ആ പത്രത്തിലേക്ക് ഒരു സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിട്ട് റിപ്പോർട്ട് എഴുതാനും റിപ്പോർട്ട് ചെയ്യാനും വാർത്തകൾ എഡിറ്റോറിയൽ ഡെസ്കിലിരുന്ന് എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നയാളാണ് AU രതീഷ് കുമാർ. അപ്പോൾ രതീഷ് ഇങ്ങനെ പത്രത്തിലെ ജോലികളൊക്കെ ചെയ്യും, പല പരിപാടികൾ ചെയ്യും. അതിനിടയ്ക്ക് വൈകുന്നേരം ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് എൻ്റെ മുറിയിലേക്ക് വരും. ഞങ്ങൾ അവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയും. പുള്ളി മലബാറിലെ വയനാട്ടുകാരനാണ്. അപ്പോൾ അവിടുത്തെ മംഗളത്തിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ പല പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ കഥയും അവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ ലെൻസ്മാൻ സ്റ്റുഡിയോയിലേക്ക് പോകില്ല രാത്രിയിൽ. അപ്പോൾ ഈ രതീഷിനെയും കൊണ്ടുപോകും കൂടെ. രതീഷ് അതുവരെ ഈ വിഷ്വൽ മീഡിയയിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ സ്റ്റുഡിയോയിലെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കണ്ട് ഞാൻ ഈ ഉണ്ണികൃഷ്ണനോ ആരൊക്കെയോ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് ഇവരെയൊക്കെ കിട്ടാതാവും. ഞാൻ രതീഷിനോട് ചോദിച്ചു, രതീഷ് ഒന്ന് ശ്രമിച്ചു നോക്കി, ഇത് ഞാൻ പറഞ്ഞുതരാം, അങ്ങനെ എഴുത്. അങ്ങനെ ഈ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതണം, അതിൻ്റെ ഓരോ ഷോട്ടിനും എന്ത് കഥ പറയണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും രതീഷ് എഴുതുകയും ചെയ്യാൻ തുടങ്ങി. നന്നായിട്ട് സഞ്ചാരത്തിന് പറ്റുന്ന രീതിയിലേക്ക് അത് വന്നു. അങ്ങനെയാണ് തുടർച്ചയായി. രതീഷ് നമ്മുടെ കൂടെ ഉള്ളതാണ്, നമ്മുടെ സ്ഥാപനത്തിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ കിട്ടാതെ വരുന്ന പ്രശ്നമില്ല, മറ്റേ പുറത്തുനിന്നുള്ള ഒരാളെ കിട്ടുന്ന പോലത്തെ പ്രശ്നങ്ങളില്ല. അപ്പം പിന്നെ എടുക്കുന്ന സഞ്ചാരത്തിൻ്റെ ടെലികാസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതുക, ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ള പണി അങ്ങ് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ശബ്ദത്തിന് ഈ പറഞ്ഞ പോലെ അന്ന് സ്ഥിരം പ്രശസ്തനായ ഒരാളുണ്ടായിരുന്നു, സാജൻ ആന്റണിയെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എപ്പോഴോ കിട്ടാതാവും. അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ആദ്യത്തെ കുറേ എപ്പിസോഡുകൾക്ക് ശബ്ദം കൊടുത്തത്. അപ്പോഴത്തേക്കും ലെൻസ്മാനിൽ അപ്പോഴും ബീറ്റാ ക്യാം ഫെസിലിറ്റികളാണ്. അപ്പോഴത്തേക്കും ഷൗക്കത്ത് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ പയ്യെ അവസാനിപ്പിക്കുന്ന ഘട്ടമായി. ഷൗക്കത്ത് തിരിച്ച് ദുബായിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ലെൻസ്മാൻ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ പുതിയ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു. ആ സ്റ്റുഡിയോയിലെ എഡിറ്റർ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു ബന്ധു ഒരു കക്ഷിയുണ്ട്, ആ പുള്ളി ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തുകയും പരസ്യങ്ങൾക്ക് ശബ്ദം കൊടുക്കുകയും ചെയ്യുന്നയാളാണ്, പറ്റുമെന്ന് നോക്ക്. അങ്ങനെയാണ് അനീഷിനെ കൊണ്ടുവന്ന് ശബ്ദം കൊടുപ്പിക്കുന്നു. വ്യത്യസ്തമായ ശബ്ദമാണ്. അന്നത്തെ നല്ല ശബ്ദങ്ങളിലൊന്നാണത്. അന്ന് നല്ല ശബ്ദം വേണം ഈ വോയിസ് ഓവർ കൊടുക്കാൻ. ഇന്നത്തെ പോലെ നാച്ചുറൽ ശബ്ദം പോരാ. അന്ന് നല്ല മുഴക്കമുള്ള നമ്മുടെയൊക്കെ ശബ്ദം അന്ന് പോരാ, തീരെ കൊള്ളിയല്ലാത്ത ശബ്ദമാണ്. അതുകൊണ്ടാണ് നമ്മളൊന്നും അത് തീരെ മെനക്കെടാത്തത്. ഇന്നങ്ങനെയല്ല, പൊട്ട ശബ്ദങ്ങൾ മതി. അപ്പൊ എന്റെയൊക്കെ ശബ്ദം അതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടത്. അത് നാച്ചുറൽ ആണെന്നുള്ളൊരു തോന്നല. എന്തെങ്കിലും ഒരു മിഴിവുള്ള ശബ്ദത്തിന് ഇന്ന് വലിയ പ്രസക്തിയില്ല. അന്നതല്ല, അന്ന് നല്ല മിഴിവുള്ള ശബ്ദം വേണം, നല്ല ഗാംഭീര്യമുള്ള മുഴങ്ങുന്ന ശബ്ദം. അങ്ങനെയൊക്കെയാണ് അനീഷ് അതിലേക്ക് വരുന്നത്. അപ്പോൾ അത് ആദ്യകാലം മുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അനീഷ് സഞ്ചാരത്തിന്റെ ശബ്ദമായി മാറി, രതീഷ് സഞ്ചാരത്തിന്റെ വാക്കുകളും അക്ഷരങ്ങളുമായി മാറി. അങ്ങനെ ആ ടീം മുമ്പോട്ട് വരുമായിരുന്നു. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.